പറയാൻ പറ്റത്തില്ല, പോയി കഴിയുമ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടേ പറയാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഇന്നൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. നമ്മൾ എപ്പോഴും ട്രിപ്പ് പോകുന്ന പോലെയല്ല, ഇന്ന് നമ്മുടെ കൂടെ ഒരു പുതിയൊരാളും കൂടെ ഉണ്ട്. നമ്മുടെ കൂടെ ഇത്രയും നാളും വന്നിട്ടില്ലാത്ത ഒരാളും കൂടെ ഉണ്ട്. ഞങ്ങള് ഇത്തവണ പോകുന്നത് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലേക്കാണ്. ഞങ്ങള് ആദ്യം ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ 4 പേരും ഇച്ചും കൂടെ ആയിരുന്നു പ്ലാൻ ചെയ്തത്. നമ്മൾ സാധാരണ പോകുന്ന പോലെ ഹണിയച്ചനും കുഞ്ഞുബിബിനും നിഷയും ഞാനും ഇച്ചും കൂടി ആയിരുന്നു പ്ലാൻ ചെയ്തത്. നമ്മളെല്ലാം പാക്ക് ചെയ്ത് എല്ലാം റെഡി ആയി കഴിഞ്ഞപ്പോൾ അമ്മ പെട്ടെന്ന് പറഞ്ഞു ഞാനും വരുന്നുണ്ടെന്ന്. പിന്നെ കൊല്ലൂർ മൂകാംബികയിലേക്ക് ആയതുകൊണ്ട് നമ്മൾ പറഞ്ഞു പോരാൻ. സാധാരണ അമ്മ എവിടെയും പോവാറുള്ളതല്ല, കാരണം വണ്ടിയെ കയറിയിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ ഛർദിക്കും, വാള് വെച്ച് ആളങ്ങ് ക്ഷീണിക്കും. എന്നാലും നമ്മൾ ഇപ്പൊ മൂകാംബികയിലേക്ക് പോകുമ്പോൾ വരുന്നു എന്ന് പറയുമ്പോഴേക്കും നമ്മള് നോ പറഞ്ഞില്ല, പോരട്ടെ എന്ന് വിചാരിച്ചു. കാരണം ഒരു പക്ഷെ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹം കൊണ്ട് ചിലപ്പം വാള് വെക്കാതെയൊക്കെ പോകുന്നായിരുന്നു ഞങ്ങൾ വിചാരിച്ചത്. പക്ഷെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ ഒന്ന് വെച്ചിട്ട് ഇവിടെ ക്ഷീണിച്ചിരിക്കുകയാണ്. ഇനി തുടർ വാളുകൾ ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. എങ്ങനെയായാലും ഞങ്ങള് രണ്ടും കൽപ്പിച്ചിറങ്ങി. ഞങ്ങൾ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കിയിട്ടൊന്നുമില്ല, ഞങ്ങൾ കൂട്ടത്തിൽ തന്നെ കൊണ്ടുപോവാണ്. അതെ, ഞങ്ങൾ കൊറേ എന്താ പറയാ പ്ലാസ്റ്റിക് കൂടുകൾ വാങ്ങിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. എങ്ങനെയായാലും നമ്മള് പോയിരിക്കും, അവിടെ എത്തിയിരിക്കും. ഇതാണ് ഞങ്ങളുടെ സ്പിൽബർഗ്. നമ്മൾ ഓൾറെഡി ഒരെണ്ണത്തിന് അത് പറഞ്ഞതാണ്. ഡ്രൈവർ അമ്മാച്ചൻ. കിടക്കാനോ? ചാരി കിടക്കാൻ പറ്റത്തില്ലേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല, അങ്ങനെ കിടക്കുമ്പോഴത്തേന് വണ്ടി ഒന്നും കൂടെ കുലുങ്ങുമ്പോഴത്തേന് അത് കൂടുമോന്ന് എനിക്ക് സംശയം. കിടക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ ഇരുന്നിട്ട് ഇവിടെ കിടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് അങ്ങനെ ഇരുന്നുകൊണ്ട് കുറേ ദൂരം യാത്ര ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഫ്രണ്ടിലത്തെ സീറ്റിൽ ഇങ്ങനെ ചാരി കിടക്കുമായിരുന്നു കുറേ നേരം. ലോക്കൽ സെറ്റപ്പിലാണ് ഗൈസ്, ലോക്കൽ സെറ്റപ്പ്. തൃശ്ശൂർ എത്തിയപ്പോൾ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ നല്ല ശിങ്കാരിമേളം ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അതിന് കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നു. പിന്നെ ഞാൻ അത് ഡിലീറ്റ് ചെയ്തിട്ട് ഇതിപ്പോൾ റീ അപ്ലോഡ് ചെയ്യുവാണ്. കുറേ നേരം നമ്മൾ ആ മേളം കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി അവിടെ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ പോകണമെന്ന് കുറേ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു ശരിക്കും. പക്ഷേ അവിടേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ മിനിമം 3 ദിവസമെങ്കിലും നമുക്ക് വേണ്ടി വരും. ഇവർക്കൊക്കെ ഡ്യൂട്ടി ഉള്ളത് കാരണം അങ്ങനെ അവധി 3 ദിവസം അടുപ്പിച്ച് കിട്ടാറില്ലല്ലോ. ഇത്തവണ ഈസ്റ്ററും ഗുഡ് ഫ്രൈഡേ ഒക്കെ വന്നപ്പോഴത്തേക്കിനും ലീവ് കിട്ടിയതുകൊണ്ട് നമ്മളിങ്ങനെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തതായിരുന്നു. രാത്രി ഒരു 12 മണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും നല്ല ഉറക്കമൊക്കെ വന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ മാരിയമ്മൻ ഹൽവ ബസാർ എന്ന് പറഞ്ഞ് ഇവിടെ നിർത്തി. ഇവിടെ ഒരുപാട് വണ്ടികൾ ഇങ്ങനെ നിർത്തിയിടുന്നുണ്ട്. ഒരു വലിയ മൈതാനം പോലെ ഒരു സ്ഥലമൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ടീ ഷോപ്പ്, സ്വീറ്റ്സിൻ്റെ ഷോപ്പ്, ഈവൻ കുട്ടികൾക്ക് കളിക്കാനുള്ള സാധനങ്ങൾ വരെയുള്ള ഷോപ്പ് അവിടെ ഉണ്ട്. അവിടെ കയറി ചായയൊക്കെ കുടിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ അടുത്ത ട്രാവലിംഗ് തുടങ്ങിയത്. യാത്ര കൂടുതലും രാത്രി ആയതുകൊണ്ട് തന്നെ ഒരുപാട് കാഴ്ചകളൊക്കെ ഞങ്ങൾക്ക് മിസ്സായി. പിന്നെ രാവിലെ ഞങ്ങൾ മംഗലാപുരത്തെത്തി ഒരു ചായയൊക്കെ കുടിച്ചൊന്ന് ഫ്രഷ് ആയിട്ട് വീണ്ടും ഞങ്ങൾ മൂകാംബികയിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. ഇച്ചു ആണെങ്കിൽ ബീച്ചിൽ പോകാൻ പറ്റും എന്നുള്ള ഒരൊറ്റ ത്രില്ലിൽ ഇങ്ങനെ ഇരിക്കുവാണ്. ഞാനാണെങ്കിൽ ഇത്തവണ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള സൗണ്ട് എല്ലാം ക്ലിയർ ആയിട്ട് വീഡിയോയിൽ ഉൾക്കൊള്ളിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ യാത്രയിലുടനീളം നമ്മൾ വണ്ടിയിൽ പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത് കാരണം ചിലപ്പോൾ പല പാട്ടിന് കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരുമല്ലോ. അതുകൊണ്ട് നമുക്ക് അങ്ങനെ പല കാര്യങ്ങളും മിസ്സായിപ്പോയി. നമ്മളുടെ സന്തോഷങ്ങളൊക്കെ നിങ്ങളെ അതുപോലെ തന്നെ എക്സ്പ്രസ് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ ഈ പാട്ട് നമ്മളെ ചതിച്ചു.
സാധാരണ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്കിനും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റിനുള്ളിൽ 10 തവണ വാള് വെക്കുമായിരുന്നു അമ്മ. ഇത്തവണ പക്ഷേ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഒരു സമയത്ത് മാത്രം ഒന്ന് ചെറുതായിട്ട് വൊമിറ്റ് ചെയ്തതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ പിന്നെ ദേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ റോഡ് നല്ല വളവുകളും ഹമ്പും ഒക്കെ ഉണ്ടായി വന്നപ്പോഴത്തേനും ഇവിടെ വന്നപ്പോഴും ഒന്നും കൂടെ ഒന്ന് വൊമിറ്റ് ചെയ്തായിരുന്നു. സത്യത്തിൽ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. കാരണം ആള് വൊമിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുമാതിരി തളർന്ന പോലെ കിടക്കുമായിരുന്നു. പക്ഷെ ഇത്തവണ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഉണ്ടായില്ല. നല്ല ഹാപ്പി ആയിട്ട് തന്നെയായിരുന്നു ഇരുന്നത്. കൂടുതൽ സമയം ഉറങ്ങുമായിരുന്നു വണ്ടിയിൽ ഇരുന്നിട്ട്. ഇവിടെ വന്നപ്പോൾ ഭാഗ്യത്തിന് നമുക്കൊരു റൂം കിട്ടി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രഷ് ആയിട്ട് അടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ പുറത്തേക്ക് പോന്നു. നിഷ വന്നപ്പോൾ തന്നെ ഇവിടെ ഇരുന്നുകൊണ്ട് കൊലുസുകളൊക്കെ നോക്കുവാണ്. ഈ 100 റുപ്പീസിൻ്റെ ഈവിളായി കൊലുസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഇച്ചുവും വാങ്ങിച്ചു, എനിക്കും ഒരെണ്ണം വാങ്ങിച്ചിരുന്നു. ഇച്ചുവിന് ഇട്ടിട്ട് അപ്പം തന്നെ അവൾ ഇട്ടു. എന്നിട്ട് അതും വെച്ചിട്ട് ഇങ്ങനെ ഇവിടെ നിൽപ്പുണ്ട്. പിന്നെ നിഷ കുറേ വാങ്ങിയിട്ടുണ്ട് അവൾക്ക് ഡ്രസ്സിനൊക്കെ ചേരുന്നതിന് ഇടാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ഇവിടെ വരുമ്പോഴത്തേക്കും ഏറ്റവും വലിയൊരു ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് റൂം കിട്ടുന്നുണ്ടായിരുന്നില്ല. ഓൺലൈനിലൊക്കെ സെർച്ച് ചെയ്തിട്ടൊന്നും നമുക്ക് റൂമില്ല, എല്ലാം സോൾഡ് ഔട്ട് എന്നായിരുന്നു കാണിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് പായും തലേണിയും ഷീറ്റും ഒക്കെ എടുത്ത് വെച്ചിട്ടാണ് വന്നത്, എവിടെയെങ്കിലും ഇട്ട് കിടക്കാം എന്നുള്ള ഒരു തീരുമാനത്തിൽ. പക്ഷേ ഇവിടെ വന്നപ്പോൾ നമുക്ക് ഒരു റൂം ഒരാൾ വെക്കേറ്റ് ചെയ്ത് കറക്റ്റ് ടൈമിൽ നമ്മൾ ചെന്നതുകൊണ്ട് നമുക്ക് കിട്ടി. പിന്നെ ഞങ്ങൾ കുളിച്ച് ഫ്രഷ് ആയതിനു ശേഷം അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. ഇവിടെ വഴിയിലൊക്കെ ഇതുപോലെ കുറേ പശു, കാള അങ്ങനത്തെ ഇതൊക്കെ മൃഗങ്ങളൊക്കെ നിൽപ്പുണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെ ഭയങ്കര സൈലൻ്റ് ആയിരുന്നു കേട്ടോ. നമുക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ടൈപ്പ് മൃഗങ്ങളൊന്നും അല്ലായിരുന്നു അവർ. പിന്നെ നമ്മൾ അമ്പലത്തിൽ ചെന്നപ്പോൾ അവിടെ കച്ചേരിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ കുറച്ച് വിഷ്വൽസൊക്കെ എടുത്തു. അവിടെ ഒരു രഥം ഉണ്ടായിരുന്നു, ആ രഥമൊക്കെ കണ്ടു. അതിൻ്റെ കൂടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷമാണ് നമ്മൾ അമ്പലത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോയത്. അമ്പലത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഭയങ്കര വലിയൊരു ക്യൂ ഉണ്ടായിരുന്നു. രണ്ട് ദിവസം കഴിഞ്ഞാൽ ഇവിടെ രഥോത്സവമാണ്. രഥോത്സവവും പിന്നെ വെക്കേഷൻ ടൈമും ഒക്കെ ആയതുകൊണ്ടാണ് ഈ സമയത്ത് ഇപ്പോൾ ഇവിടെ നല്ല തിരക്ക്. രഥോത്സവത്തിന് വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുന്ന രഥമാണിത്. അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നമ്മൾ അമ്മയെ കൊണ്ട് റൂമിലാക്കിയിട്ട് കുടജാദ്രിയിലേക്ക് പോകാനുള്ള ജീപ്പുകൾ വരുന്ന സ്ഥലത്തേക്ക് പോയി. 2:30 വരെ ഉള്ളൂ അവിടെ ജീപ്പുകൾ പോകത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ നേരെ അങ്ങോട്ട് പോയി. ആ കാഴ്ചകളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.